സർ, പ്രവീൺ കൊല്ലപ്പെടുന്ന സമയത്ത് മുരളീമോഹൻ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. ജില്ലാ ജഡ്ജിയുടെ മൊഴി നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. മുരളീമോഹന് വേണ്ടി കൊല നടത്തിയത് ഒരു വാടക കൊലയാളിയാണെങ്കിലോ? അതുകൊണ്ടാണ് നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും അയാൾക്കെതിരെ ഒരു തെളിവുകളും കിട്ടാത്തത്. അതാണ് അയാൾ കാണിക്കുന്ന ഈ ധൈര്യത്തിന്റെ രഹസ്യവും. ശരിയാണ് സർ, അയാൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ അന്ന് രാത്രി ജില്ലാ ജഡ്ജിയുടെ വീട്ടിൽ പോയി താമസിച്ചത്. കൊല നടത്താൻ ഉപയോഗിച്ച ഇരുമ്പ് വടി ഞാൻ പരിശോധിച്ചു. അതിൽ പ്രവീണിന്റെ A പോസിറ്റീവ് രക്തമുണ്ട്, രജനിയുടെ AB പോസിറ്റീവ് രക്തവും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊരാളുടെ രക്തം കൂടി ഇതിൽ പറ്റിയിട്ടുണ്ട്. അത് O പോസിറ്റീവ് രക്തമാണ്. അതൊരു പക്ഷേ മുരളീമോഹന്റെ കാണാതായ ഭാര്യ ആയിരിക്കും. ഒരിക്കലുമല്ല, കാരണം അവരെ കാണാതായത് 6 മാസം മുമ്പാ. അപ്പൊ പിന്നെ ആരായി മൂന്നാമൻ? കൊല നടത്തിയാൾ അല്ലാതാരാ? ഷെരീഫ് സർ, എന്റെ തിയറി ഇതാണ്. കൊല നടത്താൻ വന്ന വാടക കൊലയാളിയെ പ്രവീൺ തിരിച്ചു ആക്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി കൊലയാളിയുടെ കയ്യിലൊരു മുറിവ് പറ്റി. അതിൽ നിന്നുള്ള രക്തമാണ് വടിയിൽ പറ്റിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ കുറിച്ചുള്ള ആദ്യത്തെ ക്ലൂ നമുക്ക് കിട്ടി. അയാളുടെ രക്തം O പോസിറ്റീവ് ആണ്. പക്ഷേ കേരളത്തിൽ 60% ആളുകൾക്കും O പോസിറ്റീവ് രക്തമാണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ട ആളെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കൊല നടന്ന മുറിയിലെ ചവറ്റുകൊട്ടെന്ന് എനിക്കൊരു പത്രത്തിന്റെ കഷ്ണം കിട്ടി. എന്തോ സാധനം പൊതിഞ്ഞു കൊണ്ടുവന്ന ശേഷം ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടിലിട്ടതാ. അതിന്റെ ഈ ഭാഗത്ത് വൃത്താകൃതിയിൽ പേപ്പർ മടങ്ങിയൊരു പാട് കാണാം. എന്ത് പൊതിഞ്ഞപ്പോഴായിരിക്കും ഇങ്ങനൊരു പാടുണ്ടായത്? കൊലയ്ക്കുപയോഗിച്ച് ഈ വടിയുടെ അറ്റം പൊതിഞ്ഞപ്പോഴാണ് പേപ്പർ വൃത്താകൃതിയിൽ മടങ്ങിയത്. ഇതിന്റെ ഒരു വശത്ത് വല്ലാർപാടം പ്രദേശത്തെ ലോക്കൽ ന്യൂസ് മാത്രമേ ഉള്ളൂ. അതായത് വല്ലാർപാടം പ്രദേശത്ത് മാത്രം വിതരണം ചെയ്തിട്ടുള്ള പത്രക്കടലാസാണിത്. അപ്പോ കൊലയാളി മിക്കവാറും ആ ഭാഗത്തുള്ള ആളാവണം. സാർ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു സംഗതിയുണ്ട്. രജനിയെ കാണാതാവുന്നതിന് മുമ്പ് അവൾക്ക് വന്ന ഫോൺ കോളുകളുടെ ലിസ്റ്റാണിത്. അതിൽ 3 സംശയകരമായി തോന്നുന്നു. കാരണം അത് 3 വന്നിരിക്കുന്ന കേരളത്തിന് പുറത്തുനിന്ന്. ആദ്യത്തേത് ഡൽഹിയിൽ നിന്ന്, രണ്ടാമത്തേത് ഭോപ്പാലിൽ നിന്ന്, മൂന്നാമത്തേത് സേലത്ത് നിന്ന്. എപ്പോഴൊക്കെയാണ് വന്നിരിക്കുന്നത്? 9-ാം തീയതി ഉച്ചയ്ക്ക് 11-ന് ഡൽഹിയിൽ നിന്നുള്ള കോള്, അന്ന് രാത്രി 8 മണിക്ക് ഭോപ്പാലിൽ നിന്നുള്ള കോള്, പിന്നെ പിറ്റേന്ന് രാത്രി 2:30-ന് സേലത്ത് നിന്നുള്ള കോളും. ആ 3 കോളുകളും ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാവില്ലേ? അതെങ്ങനെയാണ് സർ? 3 കോളുകളും വന്നിരിക്കുന്നത് 3 സ്ഥലത്ത് നിന്നല്ലേ? അയാൾ യാത്ര ചെയ്യുകയായിരുന്നെങ്കിലോ? ഡൽഹി, ഭോപ്പാൽ, സേലം, ഇത് 3 വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ്. ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ ഭോപ്പാലിലും സേലത്തും ഓടിയെത്തുന്ന അതേ സമയങ്ങളിലാണ് അവിടെ നിന്നുള്ള കോളുകൾ വന്നിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലുള്ള പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നാവും അയാൾ വിളിച്ചിരിക്കുക. ആ ട്രെയിൻ കേരളത്തിലേക്കുള്ളതാണെങ്കിൽ അത് വന്നതിന്റെ 2-ാം ദിവസമാണ് രജനി വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ആരും അവളെ ജീവനോടെ കണ്ടിട്ടില്ല. നമ്മുടെ തിയറി ശരിയാണെങ്കിൽ കൊലയാളി വല്ലാർപാടം സ്വദേശിയാണ്. ഡൽഹിയിലോ അതിന് വടക്കുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ ആണ് അയാൾ ജോലി ചെയ്യുന്നത്. 9-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷം ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിലാണ് അയാൾ യാത്ര തിരിച്ചത്. ആ ട്രെയിൻ അന്ന് രാത്രി 8 മണിക്ക് ഭോപ്പാലിലും പിറ്റേന്ന് രാത്രി 2:30-ന് സേലത്തും എത്തിയിട്ടുണ്ട്. റെയിൽവേയുടെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ ഈ പറയുന്ന സമയങ്ങൾ പാലിച്ചിട്ടുള്ള ട്രെയിൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിസ്റ്റർ ഷെരീഫ്, ആ ട്രെയിനിന്റെ റിസർവേഷൻ ലിസ്റ്റ് പരിശോധിച്ച ഡൽഹിയിൽ നിന്നും എറണാകുളത്തേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്ന വല്ലാർപാടം സ്വദേശിയായ ഒരു യാത്രക്കാരനെങ്കിലും ഉണ്ടാവണം. ഉണ്ടെങ്കിൽ അയാളാണ് നമ്മൾ അന്വേഷിക്കുന്ന കൊച്ചുമിടുക്കൻ. ബ്രില്യന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ്, അമേസിംഗ്, സൂപ്പർ. ഇതിലേതാ ഞാൻ പറയണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? വേണമെന്ന് വെച്ചാൽ വിവേകിനും മിടുക്കനാവാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് വിശ്വാസായോ? സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല ഞാനിപ്പോ ഈ കേസ് അന്വേഷിക്കുന്നത്, നമുക്കൂടെ വേണ്ടിട്ടാ. എനിക്കിപ്പോ എന്റെ വിവേകിനെ തിരിച്ചു കിട്ടിയ പോലെ. ഈ കേസ് ഞാൻ തെളിയിക്കും. പിന്നെ ആർക്ക് വേണ്ടിട്ടും എന്റെ പെണ്ണിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്കറിയായിരുന്നു ഇത്രയും സ്നേഹിച്ചിട്ട് ദൈവം നമ്മളെ പിരിക്കില്ലെന്ന്. അയാളെ എപ്പോഴും അറസ്റ്റ് ചെയ്യാൻ പറ്റുക? ഏത് നിമിഷവും. സർ, റെയിൽവേയുടെ മെസ്സേജ് കിട്ടി. നമ്മൾ അന്വേഷിച്ച ട്രെയിൻ കേരള എക്സ്പ്രസ് ആണ്. അതിന്റെ റിസർവേഷനിൽ ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്തത് 162 പേരാ. അതിൽ 97 പേരാണ് പുരുഷന്മാരായിട്ടുള്ളത്. റെയിൽവേയുടെ റിസർവേഷൻ റെക്കോർഡിൽ നിന്ന് അവരുടെ എല്ലാം ഡൽഹിയിൽ അഡ്രസ് കിട്ടി. ആ കൂട്ടത്തിൽ വല്ലാർപാടം സ്വദേശിയായ ഒറ്റ യാത്രക്കാരൻ ഉണ്ടായിരുന്നുള്ളൂ. അയാളൊരു പട്ടാളക്കാരനാണ്. പേര് ക്യാപ്റ്റൻ നന്ദകുമാർ. ചണ്ഡീഗറിൽ ഇൻഫൻട്രി യൂണിറ്റിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഷെരീഫ്, കം. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്.
ഈ കേസ് അന്വേഷിച്ച് എല്ലാവരും വിട്ടുകളഞ്ഞൊരു സംഗതി. എന്താണ് സർ? കൊല നടന്ന മുറിയുടെ തറയിൽ ആരും ശ്രദ്ധിക്കാതെ പോയൊരു രക്തപ്പാടുണ്ട്. അതിന്റെ ഫോട്ടോസ് അത്. സി, ഒരു പെർഫ്യൂം സ്പ്രേ ചെയ്തതുപോലെ അതിസൂക്ഷ്മമായ 100 കണക്കിന് രക്തത്തുള്ളികളാണ് ഇതിൽ കാണുന്നത്. രക്തം തെറിക്കുന്നതിന്റെ വേഗത കൂടുമ്പോഴാണ് തുള്ളികളുടെ വലിപ്പം കുറയുന്നത്. ഒരു പെർഫ്യൂം സ്പ്രേ ചെയ്തതുപോലെ അതിസൂക്ഷ്മമായ 100 കണക്കിന് തുള്ളികൾ ഉണ്ടാവണമെങ്കിൽ രക്തം അതിഭയങ്കരമായ വേഗത്തിൽ തെറിക്കണം. അത്രയും ഭയങ്കരമായ വേഗത്തിൽ രക്തം തെറിക്കണമെങ്കിൽ വടികൊണ്ടടിച്ചാൽ മാത്രം മതിയോ ഷെരീഫ്? കം. ശരിയാണ് സർ. എത്ര വേഗത്തിൽ ബീറ്റ് ചെയ്താലും അത്രയും ചെറിയ ബ്ലഡ് ഡ്രോപ്സ് ഉണ്ടാവുന്നില്ല. ഉണ്ടാവില്ല. കാരണം അത്രയും വേഗത്തിൽ രക്തം തെറിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ ആയുധമേ ഉള്ളൂ. സി, നോക്കി, ഇതുപോലത്തെ പാടുകളല്ലേ ആ ഫോട്ടോയിൽ കാണുന്നത്? ശരിയാണ് സർ. സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കൊന്നും. കമോൺ. അതായത് ഇരുമ്പുപൊടി കൊണ്ട് അടിച്ചെങ്കിലും രജനിയുടെ മരണം ഉറപ്പാക്കിയിരിക്കുന്ന ഒരു തോക്ക് ഉപയോഗിച്ചാണ്. ഈ കേസിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ സംശയിക്കുന്ന ആൾ ഒരു പട്ടാളക്കാരനാണ്. തോക്ക് ഉപയോഗിച്ച് നല്ല ശീലമുള്ള ആൾ. ഏതായാലും അയാളുടെ ജോലി കൊള്ളാം. ഫുൾ ടൈം പട്ടാളക്കാരൻ, പാർട്ട് ടൈം വാടക കൊലയാളി. അയാളെ അറസ്റ്റ് ചെയ്തല്ലോ സാർ. വരട്ടെ. അതിനു മുമ്പ് ചണ്ഡീഗറിലെ ഇൻഫൻട്രി യൂണിറ്റിൽ കോൺടാക്ട് ചെയ്യണം. ക്യാപ്റ്റൻ നന്ദകുമാറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. പിന്നെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പ്രത്യേകം ചോദിച്ചറിയണം. കാരണം നമ്മുടെ തിയറി ശരിയാണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആയിരിക്കും. സർ. പിന്നെ ചണ്ഡീഗറിലെ ഇൻഫൻട്രി യൂണിറ്റിൽ നിന്ന് മറ്റൊരു വിവരം കൂടി ശേഖരിക്കണം. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു തോക്ക് മോഷണം പോയിട്ടുണ്ടോന്ന്. ശരി സാർ. പ്രീതു, വിവേകിന്റെ അന്വേഷണം വഴിതെറ്റി പോവുക. ഞാൻ കണ്ടെത്തിയതാ സത്യം. കൃഷ്ണപ്രസാദ് തന്നെയാ യഥാർത്ഥ കൊലയാളി. പ്രീതുവിനെ കൂടി കൊന്നാലേ അവന്റെ ഉദ്ദേശം നടക്കൂ. പ്രീതു വളരെ സൂക്ഷിക്കണം. എന്റെ തിയറി ശരിയാണെങ്കിൽ അധികം താമസിയാതെ അവൻ പ്രീതുവിനെ കൊല്ലാൻ ശ്രമിക്കും.